സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൽ പിൻവാതിൽ നിയമനവുമായി UDF സർക്കാർ. PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ് സർക്കാർ നിലപാട്. കഴിഞ്ഞ LDF സർക്കാർ പുതുതായി സൃഷ്ടിച്ച തസ്തികകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിനിസ്റ്റീരിയൽ ജീവനക്കാരെ തിരികെ കയറ്റാനാണ് സർക്കാർ നീക്കം. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പിൻവാതിൽ നിയമനത്തിനാണ് കളമൊരുങ്ങുന്നത്. കഴിഞ്ഞ LDF സർക്കാർ വകുപ്പിൽ പുതുതായി സൃഷ്ടിച്ച 60ഓളം തസ്തികകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെയാണ് UDF സർക്കാരിന്റെ ഈ അട്ടിമറി നീക്കം. നിയമനം ലഭിക്കാൻ തുകയടക്കം മുൻകൂട്ടി നിശ്ചയിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനകൾ ലേലം വിളി തുടങ്ങി. 2024 നിലവിൽ വന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PSC റാങ്ക് പട്ടികയിൽ നിന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച 122 പേരെയാണ് LDF സർക്കാർ നിയമിച്ചത്. കൂടാതെ ഈ വർഷത്തെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികാരമൊഴിയുന്നതിന് തൊട്ടു മുമ്പ് വകുപ്പ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ചെയ്തത്. PSC വഴി കൃത്യമായി നിയമനം നടത്തേണ്ട തസ്തികകളിലേക്ക് അടിയന്തര ബൈ ട്രാൻസ്ഫർ നിയമനത്തിനുള്ള വിജ്ഞാപനമാണ് പുതിയ സർക്കാർ പുറപ്പെടുവിപ്പിച്ചത്. 2008 പ്രത്യേക ചട്ടപ്രകാരം ബൈ ട്രാൻസ്ഫർ വഴിയുള്ള നിയമനങ്ങളും PSC വഴി തന്നെയാകണമെന്നാണ് നിയമം വ്യക്തമാക്കുന്നത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ യോഗ്യതയുള്ള 1-2 ഉദ്യോഗസ്ഥർ മാത്രമേ സാധാരണ നിലയിൽ അപേക്ഷിക്കാനുണ്ടാകാറുള്ളൂ. അപ്പോൾ വകുപ്പ് തലത്തിൽ അഭിമുഖം നടത്തിയാണ് നിയമനം നടത്തുക. എന്നാൽ ഈ അവസരം മുതലെടുത്ത ബൈ ട്രാൻസ്ഫർ വഴി പിൻവാതിൽ നിയമനത്തിന് ശ്രമിക്കുകയാണ് UDF. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.